എല്ലാവർക്കും IOMന്റെ പുതിയൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിടെക്നിക് മാത്സ് ആണ്. അതിലെ മൊഡ്യൂൾ ഫസ്റ്റ് കോംപ്ലക്സ് നമ്പർ ആൻഡ് കോർഡിനേറ്റ് ജിയോമെട്രി. അതിൽ നമ്മൾ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. കോർഡിനേറ്റ് ജിയോമെട്രി സ്റ്റാർട്ട് ചെയ്ത് ഇതിപ്പോൾ നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമാണ്. എടാ നോക്കി, നമുക്കൊരു എക്സ് ആക്സിസ് ഉണ്ട്. എക്സ് ഡാഷ് വൈ ഡാഷ്. അവിടെ ഒരു ലൈൻ എൽ എന്ന് പറയുന്ന ഒരു ലൈൻ കട്ട് ചെയ്ത് പോവുകയാണ് കേട്ടോ. എൽ എന്ന് പറയുന്ന ലൈൻ കട്ട് ചെയ്ത് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ലൈനിന് എന്താണ്, ഒരു സ്ലോപ്പ് ഉണ്ടോ? ആ സ്ലോപ്പാണ് എന്ത്? എം. സ്ലോപ്പ് എന്താണ്ട? എം ആണ്. ഓക്കെ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എം ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കെന്താണ് ഈ പറയുന്ന ലൈനിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? സ്ലോപ്പിൻ്റെ ഇക്വേഷൻ, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോമിലോട്ട് നമുക്ക് എന്താണ് എത്തിക്കാനായിട്ട് പറ്റും. അതായത് ഈ ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് എന്താണ് എഴുതാനായിട്ട് പറ്റും. നമുക്കിവിടെ രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്ന് സ്ലോപ്പ് വേണം, മറ്റൊന്ന് ഇൻ്റർസെപ്റ്റ്. ഇൻ്റർസെപ്റ്റ് എന്ന് പറയുമ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് ആണ്. എന്താണ്ട? വൈ ഇൻ്റർസെപ്റ്റ്. അതായത് ഈ ലൈൻ എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്ന ഈ ഒരു ഡിസ്റ്റൻസ്, അതിനെ ഞാൻ എന്ത് എടുക്കേണ്ട? സി എന്ന് കൺസിഡർ ചെയ്യണം. എന്താണ്ട? സി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി ആണ്. എന്താ? വൈ ഈക്വൽ ടു എന്താണ്? എം എക്സ് പ്ലസ് സി ആണ്. അതിൽ എക്സിനും വൈക്കും നമ്മൾ വാല്യൂ കൊടുക്കില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വാല്യൂ ആർക്കാണ്? എമ്മും സിയും ആണ്. എം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, സ്ലോപ്പും. അടുത്ത സി എന്ന് പറഞ്ഞാൽ എന്താണ്? സി എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ്. എന്താണ്ട? വൈ ഇൻ്റർസെപ്റ്റ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ലോപ്പ് ഇൻ്റർസെപ്റ്റ് ഫോമിലോട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്ന് സ്ലോപ്പും, മറ്റൊന്ന് എന്താണ്ട? വൈ ഇൻ്റർസെപ്റ്റും ആണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് മെയിനായിട്ട് ആവശ്യമുണ്ട്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ വിത്ത് സ്ലോപ്പ് 1/2 ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് -1. അതായത് നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ ഗിവൺ ആണ്. ഒന്ന് സ്ലോപ്പ് എന്ന് പറയുന്നത് എന്താ? എം എത്രയാണ്ട? 1/2. മറ്റൊന്ന് ഗിവൺ ആയിട്ടുള്ളത് എന്താണ്? വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് ആരാണ്ട? സി ആണ്. സിയുടെ വാല്യൂ എത്രയാണ്? -1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എന്താണ് ലൈൻ്റെ ഇക്വേഷൻ എഴുതാനായിട്ടുള്ള ഫോർമാറ്റ് എന്താണ് പറഞ്ഞേ? വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി അല്ലേ? വൈ ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ഇപ്പോൾ വൈ ഈക്വൽ ടു എം, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്ട? 1/2 ആണ്. 1/2 എക്സ് പ്ലസ് സിയുടെ വാല്യൂ എത്രയാണ്ട? -1. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വൈ ഈക്വൽ ടു 1/2 എക്സ്. എടാ ഈ പ്ലസും മൈനസും കൂടെ അടുത്ത് വരുമ്പോൾ എന്താവും? അതെന്തായിട്ട് മാറും? മൈനസായിട്ട് മാറും അല്ലേ? അപ്പോൾ -1. ഇവിടുത്തെ ഈ /2 കളയാനായിട്ട് എന്ത് ചെയ്യുകയാണ്? എല്ലാത്തിനെയും എന്താണ്? ഒരു 2 ഉണ്ട്, അങ്ങ് ഇൻറ്റു ചെയ്യണം. എന്താണ്? എല്ലാത്തിനെയും എന്ത് ചെയ്യേണ്ട? ഒരു 2 ഉണ്ട്, അങ്ങ് ഇൻറ്റു ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എല്ലാ ടൈമിനും ഇവിടുത്തെ വൈയെ ഇൻറ്റു ചെയ്യണം, 1/2 എക്സിനെ ഇൻറ്റു ചെയ്യണം, 1നെയും നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ എല്ലാ ഈ പറയുന്ന എല്ലാ ടൈമിനെയും നമ്മൾ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2 × y എന്താണ്? 2y ഈക്വൽ ടു 2 × 1/2 × x -1 × 2. കണ്ടോ? എല്ലാ ടൈമിനെയും വൈയെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ എന്താവും? 2y. അടുത്ത 1/2 എക്സിനെ എന്താണ്? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലേ? അപ്പോൾ 2 × 1/2 × x -1നെയും നമ്മൾ എന്ത് ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അപ്പോൾ 2y ഈക്വൽ ടു, ഇവിടുത്തെ ഈ 2ൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. പിന്നെ ബാക്കി അവിടെ ആര് മാത്രം ഉണ്ടാ? എക്സ് ആണല്ലേ? -1 × 2 എത്രയാണ്ടാ? 2. നമുക്കൊന്ന് ഇക്വേഷൻ വൈസ് എന്ത് ചെയ്യാം? ഇതിനൊന്ന് അറേഞ്ച് ചെയ്യാം. എങ്ങനെ അറേഞ്ച് ചെയ്യും? നമുക്ക് എക്സിനെ വൈയെ എല്ലാം എന്ത് ചെയ്യാം? നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവരാം അല്ലേ? അല്ലെങ്കിൽ എല്ലാ നമ്പറിനെ വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുവരാം. റൈറ്റ് ലെഫ്റ്റിൽ കൊണ്ട് അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് ഈ 2y കൂടെ അങ്ങ് അപ്പുറത്തേക്ക് കളയുകയാണേ. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ആരാവും? 0 ആവും. ഇവിടെ ഓൾറെഡി എക്സ് ഉണ്ട്. പ്ലസ് 2y ഇപ്പുറത്ത് വരുമ്പോൾ എന്താ? ഇവിടെ -2y. ഇവിടെ ഞാൻ ഓൾറെഡി ആരുണ്ട്? -2 ഉണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എന്താണ് നമുക്കിതിനെ എഴുതാം? എങ്ങനെ എഴുതാൻ പറ്റും? x - 2y - 2 ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ വിത്ത് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 45° വിത്ത് ദി എക്സ് ആക്സിസ് ആൻഡ് വൈ ഇൻ്റർസെപ്റ്റ് -1. അതായത് സ്ലോപ്പ് ഇവിടെ ഡയറക്റ്റ് പറയുന്നില്ല, പകരം നമ്മുടെ ഈ ഒരു ലൈൻ എന്താണ്? എക്സ് ആക്സിലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയെന്ന് പറയുന്നുണ്ട്? 45° എന്ന് പറയുന്നുണ്ട്. അതായത് XY ആക്സിസിൽ എന്താണ്ടാ? ഈ ഒരു ലൈൻ എന്താണ്? എക്സ് ആക്സിലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 45° എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് സ്ലോപ്പ് വളരെ ഈസി കണ്ടുപിടിക്കാൻ പറ്റും. എം ഈക്വൽ ടു എന്താണ്ട? പറഞ്ഞ ഇക്വേഷൻ പറഞ്ഞേ. എം ഈക്വൽ ടു
ടാൻ തീറ്റ. എം ഈക്വൽ ടു എന്താണ്ട ടാൻ തീറ്റ. ഇവിടുത്തെ ആംഗിൾ എത്രയാണ്? തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്ടാ? 45 ഡിഗ്രി ആണല്ലേ. അപ്പോൾ ടാൻ 45 ഡിഗ്രി. ടാൻ 45 ഡിഗ്രിയുടെ ആൻസർ എത്രയാണ്ടാ? ടാൻ 45 ഡിഗ്രിയുടെ വാല്യൂ എത്രയാണ്? 1 ആണ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്ടാ? എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണല്ലേ. അതുപോലെ വൈ ഇൻ്റർസെപ്റ്റ് എത്ര എന്ന് പറയുന്നുണ്ട് ഇവിടെ? വൈ ഇൻ്റർസെപ്റ്റ് -1 എന്ന് പറയുന്നുണ്ട്. അതായത് സിയുടെ വാല്യൂ എത്രയാണ്ടാ? -1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്തായിരിക്കും? പറഞ്ഞേ. y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി അല്ലേ. y ഈക്വൽ ടു സ്ലോപ്പ് എം എത്രയാണ്ടാ? 1 അല്ലേ. അപ്പോൾ 1 ഇൻറ്റു എക്സ് പ്ലസ് സി എത്രയാണ്ടാ? -1 ആണ്. പ്ലസ് മൈനസ് കൊണ്ട് ചേരുമ്പോൾ അവിടെ എന്താവും? മൈനസ് ആയിട്ട് മാറും അല്ലേ. അപ്പോൾ y ഈക്വൽ ടു 1 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ആണ്. എക്സ് -1. ഈ വൈയെ കൂടെ അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ എന്താവും? 0 ഈക്വൽ ടു എക്സ് പ്ലസ് വൈ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ഇവിടെ -y ആവും. പിന്നെ ബാക്കി എവിടെ വരാനുള്ളത്? -1. നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം. എക്സ് മൈനസ് വൈ -1 ഈക്വൽ ടു 0. വളരെ ഈസി ആയിട്ടുള്ള പ്രോബ്ലമാണ്. എടാ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ വിച്ച് മേക്സ് ആംഗിൾ 150 ഡിഗ്രി വിത്ത് ദി എക്സ് ആക്സിസ് ആൻഡ് കട്ടിംഗ് ദി വൈ ആക്സിസ് അറ്റ് ദി പോയിന്റ് 0, -2. എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത് നോക്കി. അതായത് നമ്മുടെ ഈ ഒരു ലൈൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നുണ്ട്. എക്സ് ആക്സിനെ കട്ട് ചെയ്യുമ്പോൾ അവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്ടാ? 150 ഡിഗ്രി. അതായത് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് എന്താണ്ട് ഒരു ലൈൻ ഇതാ കട്ട് ചെയ്ത് പോകുന്നുണ്ട്. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 150 ഡിഗ്രിയാണ്. എത്രയാണ്ടാ? 150 ഡിഗ്രിയാണ്. വിത്ത് ദി എക്സ് ആക്സ് അല്ലെ. എക്സ് ആക്സോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്താണ്? 150 ഡിഗ്രി. ഓക്കെ, 150 ഡിഗ്രിയാണ്. തീർന്നില്ല. ആൻഡ് കട്ടിങ് ദി വൈ ആക്സിസ് അറ്റ് ദി പോയിന്റ് 0, -2. ഇനി എന്താണ്? നമ്മുടെ വൈ ആക്സിനെ കട്ട് ചെയ്യുന്നത്. വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്ടാ? 0, -2. അല്ല 0, -2. അങ്ങനെയാണെങ്കിൽ എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇവിടുത്തെ സി എന്തായിരിക്കും? അതായത് ഇവിടുത്തെ ഡിസ്റ്റൻസ് എന്തായിരിക്കും? ഈ ഡിസ്റ്റൻസ് എന്തായിരിക്കും? 0 മുതൽ -2 വരെയാണ് അല്ലേ. എടാ സോറി, ഇതിലൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളിവിടെ എന്താണ് ഇങ്ങനെ ഈ ലൈൻ വരുന്നത് ഇങ്ങനെയല്ല. എടാ ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ വരുന്നത്. ഇവിടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ 150 ഡിഗ്രി. അതുപോലെ വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണ്ട് 0, -2. നമ്മൾ നേരത്തെ വരച്ചപ്പോൾ അത് മുകളിലായിപ്പോയി അല്ലേ. അവിടെ പോസിറ്റീവ് അല്ലേ, വൈയുടെ വാല്യൂ പോസിറ്റീവ് അല്ലേടാ വരത്തുള്ളൂ. അപ്പോൾ താഴോട്ടല്ലേ വൈയുടെ വാല്യൂ നെഗറ്റീവ് വരുന്നത്. അപ്പോൾ താഴെയാണ് 0, -2. ഇങ്ങനെയായിരിക്കും ലൈൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇവിടുത്തെ ആംഗിൾ അറിയാം അല്ലേ. ഇവിടുത്തെ എന്താണ്? എക്സ് ആക്സോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ 150 ഡിഗ്രി എന്നറിയാം. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എം ഈക്വൽ ടു എന്തായിരിക്കും? ടാൻ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ടാൻ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയുണ്ടാ? 150 ഡിഗ്രി. എത്രയുണ്ടാ? 150 ഡിഗ്രി. അതുപോലെ അടുത്തത് അത് കട്ട് ചെയ്യുന്നത് എന്താണ്? പോയിന്റ് എന്ന് പറഞ്ഞാൽ 0, -2 ആണ്. അതായത് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് പറഞ്ഞാൽ എത്രയുണ്ടാ? 2 ആണ്. പക്ഷെ നമ്മളിവിടെ എന്താണ് വാല്യൂ സി ആയിട്ട് എടുക്കുമ്പോൾ ഏത് വാല്യൂ ആണ് എടുക്കുന്നത്? -2. ആ ഒരു വാല്യൂ തന്നെ നമ്മൾ എടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ സി എന്ന് പറയുന്ന വാല്യൂ -2 ആണ്. അപ്പോൾ സ്ലോപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ടാൻ 150യും സി എന്ന് പറയുന്നത് വൈ ഇൻ്റർസെപ്റ്റ് അവിടെ ഏതാണ്ടാ? -2 ആണ്. അപ്പോൾ തീർന്നില്ല. ഈ ടാൻ 150 നമുക്ക് ഇനി വീണ്ടും സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ ട്രിഗണോമെട്രി. അവിടെ എത്തുമ്പോൾ വളരെ ഡീപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം നിങ്ങൾ ഇങ്ങനെ പഠിക്കുക. ടാൻ 150 നമ്മളിങ്ങനെ ചേഞ്ച് ചെയ്യും. ടാൻ 180 - 30 ചേഞ്ച് ചെയ്യും. സോ 180 ആയതുകൊണ്ട് നമ്മൾ എന്താണ്? ടാൻ അതുപോലെ തന്നെ എഴുതും. 30 ഇവിടുത്തെ ആംഗിൾ 30, അതിനെ അതുപോലെ തന്നെ എഴുതും. 180 - 30 എന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. അവിടെ ടാൻ എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ -tan 30. ടാൻ 30യുടെ വാല്യൂ എത്രയുണ്ടാ? മൈനസ് അതുപോലെ ഇടുക. ടാൻ 30യുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 1/√3. എടാ ഇത് വളരെ ഡീപ്പായിട്ട് അടുത്ത മൊഡ്യൂളിൽ നമുക്ക് വരുന്നുണ്ട് ട്രിഗണോമെട്രി. അവിടെ വളരെ ഡീപ്പായിട്ട് പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട? പേടിക്കേണ്ട ആവശ്യമില്ല. തൽക്കാലം ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിൽ ആരും ഇപ്പോൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ തൽക്കാലം നിങ്ങൾ സ്ലോപ്പ് -1/√3 ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇക്വേഷനിലേക്ക് വരാം. എന്താണ്? y ഈക്വൽ ടു എന്താണ്? y ഈക്വൽ ടു mx പ്ലസ് സി ആണല്ലേ. y ഈക്വൽ ടു mx പ്ലസ് സി. y അതുപോലെ എഴുതുക. m എന്താണ്ട? സ്ലോപ്പ് എത്രയാണ്? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -1/√3 ആണ്. എക്സ് അതുപോലെ എഴുതുക. പ്ലസ് സി എത്രയാണ്ട? സിയുടെ വാല്യൂ -2 ആണ്. അപ്പോൾ പ്ലസ് മൈനസ് കൊണ്ട് ചേർന്ന് അവിടെ എന്താവും? മൈനസ് ആവും. നമുക്ക് അടുത്തേക്ക് വരാം. ഇവിടെ √3 കിടക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ്? എല്ലാത്തിനും എന്ത് ചെയ്യാടാ? ഒരു √3 ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇൻറ്റു ചെയ്യാം. അപ്പോൾ എന്താവും? √3y ഈക്വൽ ടു -1/√3 ഇൻറ്റു √3 ഇൻറ്റു എക്സ് അല്ലേ. പ്ലസ് മൈനസ് ജോയിൻ ചെയ്ത് അവിടെ എന്താവൂടാ? പ്ലസ് ജോയിൻ ചെയ്ത് അവിടെ എന്താവും? മൈനസ് ആവും.
2 ഇൻറ്റു അതിനെ √3 കൊണ്ട് ഇൻറ്റു ചെയ്യണം 2√3. ഇവിടുത്തെ ഈ ഒരു √3യും ഈ √3 നമുക്ക് എന്ത് ചെയ്യാടാ ക്യാൻസൽ ചെയ്യാം. ബാക്കി നമുക്ക് എന്ത് കിട്ടും √3y ഈക്വൽ ടു -x -2√3 എന്ന് കിട്ടും. നമുക്ക് എല്ലാത്തിനും ഒരു കാര്യം ഇങ്ങോട്ട് കൊണ്ടുവരാം, ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. ഇതിനെല്ലാം കൂടെ എന്ത് ചെയ്യാം ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ -x ഇപ്പുറത്തോളം എന്താവും എക്സ് ആവും. ഇവിടെ ഓൾറെഡി +√3y അവിടെ തന്നെ ഉണ്ടല്ലേ, അപ്പോൾ +√3y -2√3 ഇപ്പുറത്തോളം എന്താവും +2√3 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്തായിരിക്കും ഇവിടെ ഈക്വൽ ടു 0. ഇതാണ് ഈ ഒരു ലൈനിൻ്റെ എന്താണ്ടാ ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് അടുത്ത് പറയാനായിട്ടുള്ളത് സ്ലോപ്പ് പോയിന്റ് ഫോമാണ്. അതായത് നമുക്കിവിടെ ഗിവണായിട്ട് കിട്ടുക രണ്ട് കാര്യമാണ്. ഒന്ന് സ്ലോപ്പ്, ഒന്നെന്താണ്ട സ്ലോപ്പ്, മറ്റൊന്ന് ആ ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ തരും. അതൊക്കെയാണ്ട ഒന്ന് സ്ലോപ്പും മറ്റൊന്നെന്താണ് ആ ഒരു ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഇവിടെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യനിൽ ഗിവൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ ഒരു ലൈൻ്റെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും വരുന്നത് y - y1 ഈക്വൽ ടു m ഇൻറ്റു x - x1. എന്താണ്ട y - y1 ഈക്വൽ ടു m ഇൻറ്റു x - x1. ഇതാണ് നമ്മുടെ എന്ത് ഫോം സ്ലോപ്പ് പോയിന്റ് ഫോം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എന്താണ് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് നമുക്ക് x1 വാല്യൂ അപ്ലൈ ചെയ്യാൻ പറ്റും, അതുപോലെ y1 വാല്യൂ അപ്ലൈ ചെയ്യാൻ പറ്റും, എമ്മിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വാല്യൂ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്ക് വാല്യൂ അപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ആ ലൈൻ്റെ ഇക്വേഷൻ എന്ത് ചെയ്യും കണ്ടുപിടിക്കും. അതിലൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഓഫ് ദി ലൈൻ ഡിറ്റർമൈൻഡ് ബൈ ദി ഫോളോയിങ് ഡേറ്റ. അതിൽ ഫസ്റ്റ് ഡേറ്റ എങ്ങനെയാണ് സ്ലോപ്പ് എത്രയാണ്ട -2ഉം അത് പാസ് ചെയ്യണ പോയിന്റ് എത്രയാണ്ട -2,3 അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ് പറഞ്ഞേ y - y1 അല്ലേ, y - y1 ഈക്വൽ ടു m ഇൻറ്റു x - x1. അപ്പോൾ y മൈനസ് ഇതെന്താണ്ട ഇത് x1, ഇതെന്താണ്ട ഇത് y1. അപ്പോൾ y - y1 അവിടെ എത്രയാണ്ട 3 ആണ്. m എത്രയാണ് സ്ലോപ്പ് എത്രയെന്ന് പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ -2 ഇൻറ്റു x - x1. x1 വാല്യൂ എത്രയാണ്ട -2. അപ്പോൾ y - 3 ഈക്വൽ ടു -2 ഇൻറ്റു എക്സ് അല്ലേ, വേണ്ട അത് ഇപ്പോൾ ചെയ്യുന്നില്ല. -2 ഇൻറ്റു എക്സ് വേണ്ട, ബ്രാക്കറ്റ് കുറച്ചുകൂടെ നമുക്ക് എന്താണ് അതിനകത്ത് കുറച്ചുകൂടെ ചെയ്യാണ്ട് എക്സ് മൈനസും ജോയിൻ ചെയ്യുമ്പോൾ എന്താവൂടാ +2 ആവും, +2 അല്ലേ. ഇനി -2നകത്തേക്ക് ഇൻറ്റു ചെയ്യാം. -2 ഇൻറ്റു എക്സ് എന്താവും y - 3 ഈക്വൽ ടു -2 ഇൻറ്റു എക്സ് എന്താവൂടാ -2x. അടുത്ത -2 ഇൻറ്റു +2 എന്താവും -4 ആവും. ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം ഒരു സൈഡിലേക്ക് അറേഞ്ച് ചെയ്യാം. -2x-നെയും -4നെയും ഞാൻ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ എന്താണ് -2x ഇപ്പോഴും എന്താവൂടാ +2x ആവും. ഇവിടെ y അവിടെ ഓൾറെഡി ഉണ്ട് +y, -3 അവിടെ ഓൾറെഡി ഉണ്ട് -3. ഇനി -4 ഇപ്പോഴത്തോളം എന്താവും +4 ഈക്വൽ ടു 0. അപ്പോൾ 2x + y -3 + 4 എത്രയുണ്ടാ +1 അല്ലേ ഈക്വൽ ടു 0. ഇത്രയേ ഉള്ളൂ ആ ഒരു ലൈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി ഇൻക്ലിനേഷൻ ടു എക്സ് ആക്സിസ് 45 ഡിഗ്രി ആൻഡ് പാസിംഗ് ത്രൂ 2, 3 അല്ലേ. അതായത് എക്സ് ആക്സിസുമായിട്ടുള്ള എന്താണ് ഇൻക്ലിനേഷൻ ചരിവ് എത്രയാണ്ടാ 45 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും m ഈക്വൽ ടു എന്താണ് tan θ അല്ലേ. അതായത് tan 45 എത്രയാണ്ടാ 1 ആണ്. അപ്പോൾ സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞു, അത് പാസ് ചെയ്യുന്നൊരു പോയിന്റ് നമുക്കറിയാം ഏതാണ്ടാ 2, 3. അപ്പോൾ ഇതെന്താണ് x1, ഇതേതാണ് y1. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്ടാ പറഞ്ഞേ y - y1 ഈക്വൽ ടു m ഇൻറ്റു x - x1. അപ്പോൾ y1 വരെ നമ്മൾ ആരെ കൊടുക്കും y1 വരെ ആരെ അപ്ലൈ ചെയ്യും 3 എന്ന് പറയുന്ന വാല്യൂ ഉണ്ടല്ലേ, 3 അപ്ലൈ ചെയ്യും. ഓക്കെ 3 ഈക്വൽ ടു m സ്ലോപ്പ് എത്രയാണ്ടാ 1 അല്ലേ, 1 ഇൻറ്റു x - x1. x1 എത്രയാണ്ടാ x1 2 ആണ്. അതായത് y - 3 ഈക്വൽ ടു 1 ഇൻറ്റു x - 2 എന്ന് പറയുമ്പോൾ ആര് തന്നെയാണ് അത് x - 2 തന്നെയാണ്. നമുക്ക് ഈ y എല്ലാം അപ്പുറത്ത് കൊണ്ടുപോകാം, വൈയും -3 എല്ലാം അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഓൾറെഡി ആരുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഇവിടെ ലെഫ്റ്റ് സൈഡിൽ 0 ഉണ്ട്. റൈറ്റ് സൈഡിൽ ഇവിടെ x ഉണ്ട്, +y അപ്പുറത്ത് പോകുമ്പോൾ എന്താവും
-y ആവും. നമ്പറായിട്ട് ഇവിടെ ആരുണ്ട്? -2 ഉണ്ട്. ഈ -3 ഇപ്പുറത്തും എന്താവും? അത് +3 ആവും. അപ്പോൾ നമുക്കൊന്നുകൂടെ അറേഞ്ച് ചെയ്യാം. x - y -2 + എത്രയുണ്ട്? -2 + 3 +1 അല്ലേ? =0. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ സ്ട്രെയിറ്റ് ലൈൻ ഈസ് ഇൻക്ലൈൻഡ് അറ്റ് 135 degree with the x-axis and passes through 3, -4. Find the equation. അതായത് നമ്മുടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്താണ്? എക്സ് ആക്സുമായിട്ട് മേക്കുന്ന ആംഗിൾ 135 ഡിഗ്രി ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്തായിരിക്കും? m tan θ അല്ലേ? അങ്ങനെയാണെങ്കിൽ ആൻസർ എന്തായിരിക്കും? tan 135 ഡിഗ്രി. tan 135 ഡിഗ്രിക്കും നമുക്ക് എന്താണ് ട്രിഗണോമെട്രിയുള്ള ഡീപ്പായിട്ട് പഠിക്കാം. തൽക്കാലം ഞാൻ ചെയ്യുകയാണ്. tan 135 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്ട 180 - 45 ആണ്. അങ്ങനെയാണെങ്കിൽ tan ഇവിടെ 180 ആയത് കാരണം നമ്മൾ എന്ത് തന്നെ എഴുതും? tan തന്നെ എഴുതും. ഇവിടുത്തെ ആംഗിൾ 45 അത് തന്നെ എഴുതും. 180 - 45 സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണ്. അവിടെ ടാൻ്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പോൾ ആൻസർ tan 45ൻ്റെ വാല്യൂ 1. സോ ആൻസർ -1 ആണ്. ഡീപ്പായിട്ട് നമ്മൾ നെക്സ്റ്റ് മൊഡ്യൂൾ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു തരും. നിങ്ങളതിൽ പേടിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് 1 അത് പാസ് ചെയ്യുന്നൊരു പോയിന്റ് നമുക്കറിയാം. ഏതാണ് അത് പാസ് ചെയ്യുന്നൊരു പോയിന്റ്? ഏതാണ്ട 3, -4 ആണ്. അതായത് ഇത് x1 ഇതെന്താണ്ട y1. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? y - y1 = എന്താണ്ട m × x - x1. അപ്പോൾ y - y1 എന്ന് പറയുന്നത് ആരാണ്ട? -4 = m. സ്ലോപ്പ് എത്രയാണ്ട? -1 × x - x1ൻ്റെ വാല്യൂ എത്രയുണ്ട്? x1ൻ്റെ വാല്യൂ 3 ആണ്. സോ ഈ മൈനസ് ജോയിൻ ചെയ്ത് എന്താവൂടാ? പ്ലസ് ആവും അല്ലേ? അപ്പോൾ y + 4 = -1 × x എന്തായിരിക്കും? -x. അതുപോലെ -1 × -3 എന്തായിട്ട് മാറുകൂടാ? അത് +3 ആവും. എന്താവും? +3. നമുക്ക് ഇനി വാരിയബിൾസിനെ എല്ലാം ഒരു സൈഡിൽ അറേഞ്ച് ചെയ്യാം. വാരിയബിൾസ് നമ്പർ എല്ലാത്തിനും ഒരു സൈഡിൽ കൊണ്ടുവരും. അപ്പോൾ -x ഇപ്പുറത്തും എന്താവും? +x ആവും. ഇവിടെ ഓൾറെഡി y ഉണ്ട്. +y ഇവിടെ തന്നെ ഉണ്ട്. +4 ഇവിടെ തന്നെ ഉണ്ട്. +3 ഇപ്പുറത്തും എന്താവൂടാ? -3. പിന്നെ റൈറ്റ് സൈഡിൽ ആരുമില്ല. അവിടെ എന്തായിരിക്കും പിന്നെ വാല്യൂ? 0 ആയിരിക്കും. അപ്പോൾ x + y 4 - 3 എത്രയാണ് ആൻസർ? +1 = 0. ഇതാണ് ഈ ഒരു ലൈൻ്റെ ഇക്വേഷൻ. നെക്സ്റ്റ് അടുത്ത് പറയാനായിട്ടുള്ളത്, നമ്മുടെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്യുമ്പോൾ അത് 2 പോയിന്റിലൂടെ പാസ് ചെയ്യുന്നത് കരുതുക. അതായത് ഫസ്റ്റ് പോയിന്റ് x1, y1 അടുത്ത പോയിന്റ് s2, y2 ആണെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലൈൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതിൻ്റെ ഇക്വേഷനാണ് എഴുതിയിട്ടുള്ളത്. y - y1 / x - x1 = y2 - y1 / s2 - x1. എന്താണ്ടാ നോക്കിയേ? y - y1 / x - x1 = y2 - y1 / s2 - x1. അതിവിടെ നമുക്ക് y1 വാല്യൂ കൊടുക്കാൻ പറ്റും, x1 വാല്യൂ കൊടുക്കാൻ പറ്റും, y2, y1, s2, x1 ഇതിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വാല്യൂ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിക്കേ. പ്രോബ്ലം 10 നോക്കിക്കേ. ഒരു എക്സാമ്പിൾ ആണ്. 3, 8 ആൻഡ് 6, 12 ഒരു ലൈൻ പാസ് ചെയ്ത് പോകുന്ന 2 പോയിന്റുകളാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ലൈൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. y - y1 ഇത് x1, ഇത് y1, ഇത് s2, ഇതെന്താണ്ട y2. അങ്ങനെയാണെങ്കിൽ y - y1 വരാണ്ട 8 x - x1 ആരാണ്? 3. അപ്പോൾ x - 3 = y2 - y1 ആരാണ്? 12 അല്ലേ? 12 - y1 ആരാണ്ട? 8. 12 - 8 s2 - x1 ആരാണ്? 6 ആണ്. മൈനസ് x1 ആരാണ്ട? 3 ആണ്. അപ്പോൾ വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. y - 8 x - 3 = 12 - 8 എത്രയാണ്ട? 4 ആണ്. 6 - 3 3 ആണ്. ഇനി പരസ്പരം നമുക്ക് എന്ത് ചെയ്യാം? ക്രോസ് ആയിട്ട് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാം 4 × ഇത് ചെയ്യാം. 4 × x - 3 ആദ്യം ചെയ്തു. = അടുത്ത് നമുക്ക് ആരെയും മൾട്ടിപ്ലൈ ചെയ്യാം? 3 × y - 8. അപ്പോൾ 4 × x. 4 × x എന്താണ്ട? 4x - 4 × 3 12 = 3 × y 3y 3 × -8 -
24. എല്ലാത്തിനും നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാം അല്ലേ? അപ്പോൾ 4x ഇവിടെ തന്നെ ഉണ്ട്, പ്ലസ് 3y ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? -3y. ഇവിടെ -12 അതുപോലെ തന്നെ എഴുതുക. -24 കൂടെ ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? അത് +24 = 0. അപ്പോൾ 4x - 3y -12 + 24 എത്രയായിട്ടുള്ള ആൻസർ? +12 = 0. വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. 4x - 3y +12 = 0. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയാൽ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ. 2, -1 ആൻഡ് -x, 3. അങ്ങനെ ഇക്വേഷൻ എന്തായിരിക്കും ഇവിടെ പറഞ്ഞേ? y മൈനസ് ഇത് x1 y1 s2 y2 അല്ലേ? അപ്പോൾ y1 ആരാണ്ട? -1 ബൈ x മൈനസ് x1 ആരാണത്? 2 ആണല്ലേ? = y2 മൈനസ് y1 ആരാണ്ട? 3 മൈനസ് y1 ആരാണ്? -1 ബൈ s2 മൈനസ് x1 s2 ആരാണ്ട? -6 ആണ്. x1 ആരാണ്? 2 ആണ് അല്ലേ? അപ്പോൾ -2. ഇവിടെ മൈനസ് ജോയിൻ ചെയ്ത് എന്താവും? ഇവിടെ പ്ലസ് ആവും അല്ലേ? y +1 ബൈ x - 2 = ഇവിടെയും മൈനസ് ജോയിൻ ചെയ്ത് എന്താവും? പ്ലസ് ആവും. 3 + 1 ബൈ -6 - എത്രയാണ്ടാ? -8 ആണല്ലേ? -8 -6 - 2 -8 ഇവിടെയും കൂടെ എഴുതുകയാണ് ഞാൻ. 3 + 1 എത്രയാണ്? 3 + 1 4 ആണ്. 4/8. നമുക്ക് 4 വെച്ച് ഇവിടെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 1 ഇവിടെ എത്രയാണ്ടാ? 2 ആണ് കിട്ടുക. നമുക്ക് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ. ആദ്യം 1 × x - 2 1 × x - 2 1 × x - 2 ഈക്വൽ അടുത്ത് -2 × y + 1. അവിടെ 1 × x - 2 എന്ന് പറയുമ്പോൾ അത് ആര് തന്നെയാണ്? x - 2 തന്നെയാണ് അല്ലേ? ഈക്വൽ ടു -2 × y -2 × y എന്ന് പറയുമ്പോൾ എന്താണ്? -2y -2 × 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇവിടെ? -2 ആയിരിക്കും. എല്ലാത്തിനും ഒരു സൈഡ് അറേഞ്ച് ചെയ്യും. എക്സ് അവിടെ തന്നെ കിടക്കട്ടെ. ഈ പറയുന്ന -2y ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +2y ആവും അല്ലേ? -2 അവിടെ തന്നെ ഉണ്ട്. ഈ -2 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? +2 = 0 ആവും. -2ഉം +2ഉം അടുത്തത് എന്തായി പോകും? അത് ക്യാൻസൽ ആയി പോകും. ബാക്കി ഇവിടെ വരുന്ന വാല്യൂ എന്താണ്? x + 2y = 0. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിലൂടെ നമ്മൾ ക്ലാസ് ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.